بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, നാട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ ഒരുമിച്ച് ചേരൽ സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പരിശുദ്ധ റമദാനിനെ കൂടി വരവേൽക്കാൻ, സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വിശ്വാസികളാണ് നമ്മൾ. അള്ളാഹു പരിശുദ്ധ റമദാനിലേക്ക് നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തരുമാറാകട്ടെ. റമദാനിന്റെ പുണ്യങ്ങളൊക്കെയും പരമാവധി കരസ്ഥമാക്കുന്ന, നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠതകൾ, ആ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹു ഒരുക്കി വെച്ച പുണ്യങ്ങൾ നന്നായി അറിയുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. മഹത്തായ പ്രതിഫലത്തെ കുറിച്ച് ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് നിരന്തരമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ റമദാനിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാനല്ല ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മളൊക്കെയും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ റമദാനിന്റെ പുണ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കരസ്ഥമാക്കുക? പരിശുദ്ധ റമദാനിന്റെ രാവും പകലും ഓരോ നിമിഷങ്ങളും നമുക്ക് എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പറ്റും? വളരെ അനിവാര്യമായി ഉണ്ടാവേണ്ട ഒന്നാണ് ആ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ഒരുങ്ങി നിൽക്കുക എന്ന്. റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും, മുസ്ലിം സമൂഹം മുഴുവനും പല അർത്ഥത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വെക്കാറുണ്ട്. പലതരത്തിലുള്ള ഒരുക്കങ്ങളും നമ്മൾ നടത്താറുണ്ട്. നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. പരിശുദ്ധ റമദാൻ വരാൻ പോവാണ്, അതിനുവേണ്ട ഒരുക്കങ്ങൾ നമ്മൾ നടത്തി വെക്കാറുണ്ട്. നമ്മിൽ എത്ര പേർക്കാണ് റമദാനിനെ സ്വീകരിക്കാൻ മാനസികമായി ഒരുങ്ങിക്കഴിഞ്ഞത്? കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ റമദാനിനെ സ്വീകരിക്കാൻ നമ്മുടെ ശ്രമങ്ങൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്? എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ റമദാൻ നമ്മൾ കാത്തിരുന്ന ഒരു അതിഥിയായി നമ്മിലേക്ക് വരികയാണ്. ഒരു വർഷത്തെ ദീർഘനാളത്തെ കാത്തിരിപ്പാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് 6 മാസം പരിശുദ്ധ റമദാനിന് വേണ്ടി കാത്തിരിക്കും, പ്രാർത്ഥിക്കുമെന്നാണ്. അങ്ങനെ കാത്തിരുന്ന്, പ്രാർത്ഥിച്ച്, പ്രതീക്ഷിച്ച്, ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന് നമ്മുടെ അടുക്കലേക്ക് വെറുതെ വരുന്ന അതിഥിയല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള, വലിയ പ്രതിഫലങ്ങളുമായി
ആണ് ആ അതിഥി നമ്മിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വരുന്ന അതിഥിയെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണോ? നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുക? നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമുക്കേറെ നന്മകൾ ചെയ്തു തരുന്ന ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് അറിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനുവേണ്ടി തയ്യാറാവുന്നത്, റെഡിയാവുന്നത്? നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതീക്ഷിക്കുന്നത്? പരിശുദ്ധ റമദാനിനെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്നത്? പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖികൾക്കായി ഒരുക്കി വെച്ച ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ മുന്നോട്ട് വരിക. മറ്റൊരു സ്ഥലത്ത് വസാബിഖൂ എന്ന് പറയുന്നു, നിങ്ങൾ മത്സരിച്ച് മുന്നോട്ട് വരിക, പരസ്പരം മത്സരിച്ച് മുന്നോട്ട് കടന്നു വരിക. അള്ളാഹുവിന്റെ പാപമോചനം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം ഇതാ. ഈ സ്വർഗത്തെയും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തെയും കാണിച്ച് അല്ലാഹു പറയുന്നു, നിങ്ങൾ മടിച്ചു നിൽക്കണ്ട, നിങ്ങൾ അലസത കാണിച്ചു നിൽക്കണ്ട, പരസ്പരം മത്സരിച്ച് തന്നെ മുന്നോട്ട് വരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് ഒരുക്കി വെച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമുക്കൊക്കെ മനപ്പാടമുള്ള സുപരിചിതമായ ഖുർആനിക സൂക്തമാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ എന്ന് പറയുന്ന ഒരു ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് വലിയ ലക്ഷ്യമാണ്. നേരത്തെ പറഞ്ഞ ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് ഒരുക്കി വെച്ചത്. പരിശുദ്ധ ഖുർആൻ തഖ്വയെ കുറിച്ച് പലയിടങ്ങളിലായി വിശദീകരിക്കുന്നുണ്ട്, മുത്തഖികളെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ റമദാനിനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. റമദാനിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാവേണ്ടത്? റമദാൻ എന്ന് പറയുന്ന ഒരു മാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്തായി തീരണം? നമ്മുടെ ജീവിതത്തിലെ മാറ്റം എന്താണ്? അതല്ലാതെ എല്ലാ മാസവും പോലെ ഓരോ മാസം കടന്നു വരുന്നത് പോലെ റമദാൻ കടന്നു വരുന്നു, നമ്മൾ നോമ്പ് നോൽക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു, ചില പ്രത്യേകമായ കാര്യങ്ങൾ റമദാനിൽ നമ്മൾ ചെയ്യുന്നു, സാധാരണ ഒരു മാസം പോലെ അതും കടന്നു പോകുന്നു. അങ്ങനെ ഒരു മാസമല്ല റമദാൻ. അങ്ങനെ ഒരു മാസമായി ജീവിച്ചു തീർത്ത് കളയേണ്ടതല്ല പരിശുദ്ധ റമദാൻ. റമദാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ട പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് തഖ്വയുള്ള ഒരാളായി മാറും എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. റമദാൻ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞൊരു മാസം എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ മിമ്പറിൽ കയറുമ്പോൾ 3 തവണ ആമീൻ എന്ന് പറയുന്നു. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസ്. സ്വഹാബികൾ ചോദിക്കുന്നു, റസൂലെ, എന്താണ് താങ്കൾ ആമീൻ ആമീൻ എന്ന് പറഞ്ഞത്? പ്രാർത്ഥന അവർ കേട്ടിട്ടില്ല, എന്തിനാണ് താങ്കൾ ആമീൻ ആമീൻ എന്ന് പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കൽ വന്ന് 3 പ്രാർത്ഥനകൾ നടത്തി. 3 ശാപപ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനക്കാണ് ഞാൻ ആമീൻ എന്ന് പറഞ്ഞത്. 3 പ്രാർത്ഥനകളിൽ ഒന്ന് റസൂലിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവർക്ക് നാശമുണ്ടാവട്ടെ എന്നതാണ്. രണ്ടാമത്തത് മാതാപിതാക്കൾ കൂടെ ഉണ്ടായിട്ടും അവരുടെ തൃപ്തി സമ്പാദിക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ, അവർക്കുള്ള നാശമുണ്ടാവട്ടെ എന്നതാണ് പ്രാർത്ഥന. ആ 3-ൽ 1 പ്രാർത്ഥന പരിശുദ്ധ റമദാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടും ഒരു മാറ്റവും സംഭവിക്കാതെ റമദാൻ കടന്നുപോയ ആളുകൾ, അവർക്ക് നാശമുണ്ടാവട്ടെ എന്നതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന വെറും പ്രാർത്ഥനയല്ല. പ്രാർത്ഥിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. പ്രാർത്ഥനക്ക് ആമീൻ എന്ന് പറയുന്നത് മഹാനായ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരിക്കലും തട്ടിമാറ്റപ്പെടാത്ത ഒരു പ്രാർത്ഥനയാണ്.
അള്ളാഹു സ്വീകരിക്കും. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയിട്ട് ഒരു മാറ്റവും സംഭവിക്കാതിരിക്കുക. എങ്ങനെയാണോ ശഅബാനിൽ ഉണ്ടായത്, എങ്ങനെയാണോ റജബിൽ ഉണ്ടായത്, അങ്ങനെ തന്നെ ശവ്വാലിലേക്കും പ്രവേശിക്കുന്നതിന്റെ അപകടത്തെ കുറിച്ചാണ് ഇത് നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റമദാനെ സ്വീകരിക്കാൻ റെഡിയായിട്ടുള്ളത്? റമദാൻ മാസപ്പിറവി കണ്ട് റമദാനാവട്ടെ, എന്നിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാം എന്നതാണോ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്? റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, റജബിനും റമദാനിനും ഇടയ്ക്ക് വരുന്ന ശഅബാനിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത ഉണ്ട്, ഇപ്പൊ ശഅബാനാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ റമദാൻ വരാൻ പോകണം, ഏതായാലും റമദാനിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടി വരും, ഇപ്പൊ ഇങ്ങനെയൊക്കെ നടക്കാം, ഇപ്പം കുറച്ച് ഇബാദത്തുകളിലും ആരാധനകളിലും കുറച്ച് കുറവൊക്കെ വന്നാലും പ്രശ്നമല്ല, റമദാനിൽ പരിഹരിക്കാം, റമദാനിൽ ഏതായാലും നന്നാവണല്ലോ, അല്ലെങ്കിൽ ഏതായാലും സൽക്കർമ്മങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ, കുറച്ച് കഴിയട്ടെ. റസൂൽ പഠിപ്പിക്കാൻ ശഅബാനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇങ്ങനൊരു ആലോചന, ഇങ്ങനൊരു സമീപനം വരാൻ സാധ്യതയുണ്ട്. അതുണ്ടായിക്കൂടാ. മനുഷ്യൻ എന്ന നിലക്ക് അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങോട്ട് സ്വീകരിക്കാം. റമദാൻ 1-ാം തീയതി മുതൽ ഞാൻ ഈ മുതൽ റമദാൻ ഈ മാസം ഉഷാറാക്കാം, ഓരോ നിമിഷങ്ങളും സൽക്കർമ്മങ്ങളിൽ മുഴുകാം, നന്മ ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ മനുഷ്യന്റെ പ്രകൃതം അനുസരിച്ച് നടക്കില്ല. പിന്നെ റമദാൻ ഓരോ ദിവസം കഴിഞ്ഞു പോകും. ഓരോന്നും കഴിഞ്ഞ് അവസാന നാളുകൾ എത്തുമ്പോഴാണ് തീർന്നു പോയല്ലോ, പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ആലോചനകളിലേക്ക് നമ്മൾ എത്തുക. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പരിശീലിക്കണം. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും റമദാനിലേക്ക് പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആ മാസത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ്, ഒരുങ്ങിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. റമദാനിൽ നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പലതും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. മാനസികമായൊരു തയ്യാറെടുപ്പ്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ഒരുക്കി വെക്കുന്ന തയ്യാറെടുപ്പ്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ റമദാനിനെ അങ്ങനെ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാവണം. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു റമദാനായിട്ട് മാറാം. മൻ സ്വാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ, ഈമാനോടും പ്രതിഫലേച്ഛയോടും കൂടി നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനമാണ്. പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാ പാപങ്ങളും കഴുകി ശുദ്ധമാക്കാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകളും ന്യൂനതകളും എല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്ന വലിയൊരു സുവർണാവസരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ കുറിച്ചുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തി നോക്കണം. ഒരു ആത്മപരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ ഇപ്പൊ തന്നെ നടത്തേണ്ട ഒരു കാര്യമാണ്. പറ്റുമെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ട് തന്നെ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയാണ് എന്റെ വീഴ്ചകൾ? നമ്മെക്കുറിച്ച് നമ്മളെക്കാൾ മനോഹരമായി മറ്റൊരാൾക്കും അറിയില്ല. നമ്മളെ കുറിച്ച് നമുക്കറിയാം. ആളുകളുടെ മുമ്പിൽ മാന്യതയോടുകൂടി നമ്മൾ നടക്കുന്നുണ്ടാവും. ആളുകളുടെ മുമ്പിൽ വളരെ നല്ലൊരാളായി നടക്കുന്നുണ്ടാവും. നമ്മുടെ ഉള്ളിന്റെ ഉള്ള് നമുക്ക് മാത്രമാണ് അറിയാം. അതാ ഉള്ളിനെ, നമ്മുടെ മനസ്സകങ്ങളെ പുറത്തേക്ക് കുടഞ്ഞിട്ട് ഓരോന്നോരോന്നും പരിശോധിക്കാൻ, ആത്മവിചാരണ നടത്താൻ നമ്മൾ ഈ സന്ദർഭത്തിൽ സന്നദ്ധമാകണം. എവിടെയാണ് എന്റെ പ്രശ്നം? എവിടെയാണ് എന്റെ ന്യൂനത? ഏത് മേഖലയിലാണ് എനിക്ക് പിഴവ് സംഭവിക്കുന്നത്? ഞാൻ ആരാധനകൾ നിർവഹിക്കുന്നു, നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കാൻ റെഡിയാണ്, എല്ലാ അർത്ഥത്തിലും ഞാൻ സന്നദ്ധമാണ്. പക്ഷെ എന്റെ കണ്ണുകളെ സൂക്ഷിക്കുന്നതിൽ എനിക്ക് പ്രശ്നം പറ്റുന്നുണ്ടോ? കണ്ണുകൾ താഴ്ത്തുക എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. പക്ഷേ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ പാടില്ലാത്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മൾ ആരാധനകൾ നിർവഹിക്കുന്നു, നമ്മൾ ഇബാദത്തുകളിൽ മുഴുകുന്നു, പക്ഷേ നമ്മുടെ കാതുകൾ കൊണ്ട് തെറ്റിലേക്ക് പോകുന്നു, ന്യൂനതകൾ സംഭവിക്കുന്നു, പിഴവുകൾ സംഭവിക്കുന്നു. അവിടെയാണോ സംഭവിക്കുന്നത്? അതല്ല എന്റെ സംസാരത്തിലാണോ? ധാരാളമായി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ സംസാരത്തിൽ ന്യൂനതകൾ വരുന്നുണ്ടോ?
ഞാൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ സംസാരത്തിൽ സൂക്ഷ്മത പാലിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സംസാരത്തിൽ എനിക്ക് പിഴവുകൾ സംഭവിക്കും, ആളുകളെ കുറിച്ച് കുറ്റം പറയും, ആളുകളെ പൊതുസമൂഹത്തിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കും, അഭിമാനം ക്ഷതപ്പെടുത്തുന്ന സ്വഭാവം, ഇങ്ങനെ പലതും എന്റെ ജീവിതത്തിൽ കയറി വരുന്നു. അതാണോ എന്റെ ന്യൂനത? അവിടെയാണോ? ലിസ്റ്റ് ചെയ്ത് തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇനി അതല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. സാമ്പത്തികമായ രംഗത്താണോ പ്രശ്നം? പലിശയുമായി ഇടപെടുന്നുണ്ടോ? എന്റെ കയ്യിലേക്ക് വരുന്ന സമ്പത്തിൽ ഹലാലല്ലാത്തത്, ഹറാമായത് കടന്നു വരുന്നുണ്ടോ? സമ്പത്തിനെ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന, മുഴുവൻ സമ്പത്തിനെയും നശിപ്പിച്ചു കളയുന്ന ഹലാലായ സമ്പാദ്യം എന്റെ സമ്പാദ്യത്തിൽ ഉണ്ടോ? ഇതൊക്കെ നമ്മൾ പരിശോധന നടത്തേണ്ട കാര്യമാണ്. ഇതൊന്നും നമ്മൾ മറച്ചു വെച്ചത് കൊണ്ട്, ആളുകൾ കാണുന്നില്ല എന്ന് വിചാരിച്ചത് കൊണ്ട്, നമ്മുടെ ന്യൂനതകൾ അങ്ങനെ തന്നെ രഹസ്യമാക്കി വെച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. നമ്മളത് ഓരോന്നെടുത്തെടുത്ത് ആത്മപരിശോധനക്ക് വിധേയമാക്കണം, ആത്മവിചാരണക്ക് വിധേയമാക്കണം. ആത്മപരിശോധന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വിധേയമാക്കണം. നമ്മളത് കാണുന്നില്ല എന്ന് അടിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മളത് കാണുന്നില്ല, ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ആളുകളുടെ മുമ്പിൽ ഞാനൊരു പ്രശ്നക്കാരനല്ല, ഞാൻ പ്രാർത്ഥനകളും ഇബാദത്തുകളും നമസ്കാരങ്ങളുമായി നടക്കുന്ന ഒരാളാണ് എന്ന് വിചാരിച്ച് അതിനെ വിസ്മരിച്ച് അവഗണിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റമദാൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്ന മാസമാണ്. അത് നോമ്പ് നോറ്റുകൊണ്ട് 30 ദിവസം നോമ്പ് നോറ്റ് നമസ്കരിച്ച് അങ്ങനെ റമദാനിലൂടെ ജീവിച്ചത് കൊണ്ട് എല്ലാ പാപങ്ങളും അങ്ങ് തീർന്നു പോകും എന്ന് വിചാരിക്കരുത്. അത് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോഴാണ് അത് പുറത്തു കിട്ടുന്നത്. നമ്മളത് അവഗണിക്കാതെ അങ്ങനെ വെച്ച് കളഞ്ഞ് നമ്മൾ എത്രയോ റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ പാപങ്ങൾ, തെറ്റുകൾ, ന്യൂനതകൾ അത് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു കറുത്ത പുള്ളി വീഴുന്നു എന്ന അതിനെ കണ്ട് മനസ്സിലാക്കി പശ്ചാത്താപിച്ച് മടങ്ങിയാൽ അതൊരു നന്മയായി തീരും. എന്നാൽ നിങ്ങൾ അതിനെ അവഗണിച്ച് വീണ്ടും ഒരു തെറ്റ് ചെയ്യുന്നു, വീണ്ടും തെറ്റ് ചെയ്യുന്നു, അങ്ങനെ കറുത്ത പുള്ളി വർദ്ധിച്ച് അത് ക്ലാവ് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറിപ്പോകും. അള്ളാഹുവിലേക്ക് ഒരടിമ പശ്ചാത്താപിച്ച് മടങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അങ്ങേയറ്റത്തെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അള്ളാഹുവിന് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു ഉദാഹരണം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം. ഒരാൾ ഒരു മരുഭൂമിയിലൂടെ അദ്ദേഹത്തിന്റെ യാത്രാ സാമഗ്രികളുമായി ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കും. ഒരു മരം കണ്ട്, തണല് കണ്ട് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നു. ഒന്ന് കണ്ണടച്ചുറങ്ങിപ്പോയി. ഉറക്കമെണീറ്റ് നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ കാണാനില്ല. യാത്രാ സൗകര്യം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു അടി മുന്നോട്ട് പോകണം. അദ്ദേഹത്തിന്റെ വസ്ത്രവും ഭക്ഷണവും എല്ലാം ആ ഒട്ടകപ്പുറത്ത്. എല്ലാം നഷ്ടപ്പെട്ട, വളരെ അസ്വസ്ഥമായി നിൽക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹം ഒന്നുകൂടി മയങ്ങി എണീറ്റ് നോക്കിയപ്പോ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ ഒട്ടകം വന്ന് നിൽക്കും. അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്ന ഒരു സന്തോഷം, ഒരാഹ്ലാദമുണ്ട്. ആ ആഹ്ലാദത്തിൽ, സന്തോഷത്തിൽ അയാൾ അറിയാതെ പറഞ്ഞു പോകും, അല്ലാഹുവേ, ഞാൻ നിന്റെ ഉടമയും നീ എന്റെ അടിമയുമാണ് എന്ന്. എന്താണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാവാത്ത അത്രയും വലിയ സന്തോഷം, ആഹ്ലാദമായിരിക്കും. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാഹുവിന്റെ ഒരു അടിമ തെറ്റ് ചെയ്ത് പാപങ്ങളിൽ പെട്ടുപോയി പശ്ചാത്താപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ ഉണ്ടാവുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വീഴ്ചകളെയും നമ്മുടെ തെറ്റുകളെയും പശ്ചാത്താപിക്കാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം നമ്മുടെ മുമ്പിൽ ഇനി വരാനില്ല. റമദാനിന് മുമ്പ് തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തുകയും പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ വളരെ സജീവമായി കൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ നാളുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം.
അത് നമ്മുടെ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല അത്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഉള്ളു തട്ടി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ന്യൂനതകളും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപിക്കാൻ നമുക്ക് സാധ്യമാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സംവിധാനങ്ങൾ ധാരാളമായി പരിശുദ്ധ റമദാനിൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ റമദാനിലൂടെ നമുക്ക് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെറ്റുകളും കുറ്റങ്ങളൊക്കെ മാഞ്ഞു പോകും. ഇതേ ന്യൂനതകളും ഇതേ തെറ്റുകളും കുറ്റങ്ങളുമായി പരിശുദ്ധ റമദാൻ കഴിയുമ്പോഴും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ റമദാനിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനകൾ, ഒരു ആസൂത്രണങ്ങൾ നമ്മൾ നടത്തി വെക്കേണ്ട സമയം അതിക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഷഹ്റുൽ ഖുർആൻ ആണ്, ഖുർആനിന്റെ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഈ റമദാൻ മാസത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് റമദാൻ മാസത്തെ ഇത്രയും ശ്രേഷ്ഠമാക്കുന്നത്. റമദാൻ മാസത്തിന് മഹത്വം ഉണ്ടാവുന്നത്, ഇത്രയും പ്രതിഫലങ്ങൾ അന്ന് നൽകുന്നത് അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നുള്ളത് കൊണ്ടാണ്. റമദാനിന്റെ ബഹളങ്ങൾക്കിടയിൽ, റമദാനിന്റെ നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ ഖുർആനെ നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഖുർആൻ അതിന്റെ മർമ്മമാണ്. പരിശുദ്ധ ഖുർആനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് സാധ്യമാകും. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പാരായണം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതിന് വളരെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യും. പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ അത് ധാരാളം ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം വാഗ്ദാനം ചെയ്യും. പരിശുദ്ധ റമദാനിൽ നമുക്ക് ആസൂത്രണം ഉണ്ടാവണം. എപ്പോഴാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ജോലിയുടെ തിരക്കുണ്ട്, പഠനത്തിന്റെ തിരക്കുണ്ട്, വീട്ടിലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കുണ്ട്. ഇതിനിടയിൽ എപ്പോഴാണ് ഞാൻ ഖുർആൻ പാരായണം ചെയ്യാൻ തീരുമാനിക്കുന്നത്? എപ്പോഴാണ് അതിന് സമയം കിട്ടുക? നമ്മളതിലെ ക്രമീകരണങ്ങൾ വരുത്തി വെക്കണം. പരിശുദ്ധ ഖുർആനുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധ്യമാകും. അത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം എന്ന് പറയുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് എന്താണെന്ന് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ അല്ലാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിർബന്ധമായും 17 തവണ നിർബന്ധമായും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. അതല്ലാതെയും എത്രയോ തവണ നമ്മൾ പാരായണം ചെയ്യും. യഥാർത്ഥത്തിൽ സൂറ ഫാത്തിഹയിലൂടെ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അതൊരു വിശാലമായ ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, അതിന്റെ ഭാഗങ്ങൾ നമ്മൾ നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ്, സാക്ഷ്യപ്പെടുത്തലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സർവ്വലോകത്തിന്റെയും രക്ഷിതാവ്. ആ അല്ലാഹുവിനാണ് എന്റെ സർവ്വസ്തുതിയും. അല്ലാഹു പരമകാരുണ്യവാനും കരുണാനിധിയുമാണ്, റഹ്മാനും റഹീമുമാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായവനാണ്. നമ്മൾ നടത്തുന്ന സാക്ഷ്യപ്പെടുത്തലാണ് അല്ലാഹുവിനെ കുറിച്ച്. അതിനുശേഷം നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കാൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ അല്ലാഹുവിനോട് മാത്രമാണ് ഞാൻ സഹായം ചോദിക്കുന്നത്. ആ അല്ലാഹുവിനോട് മാത്രമാണ് ഞാൻ സഹായം ചോദിക്കുന്നത്. അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. നമ്മളൊക്കെയും വിശ്വാസികളെ നിലക്ക് നിർബന്ധമായി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രതിജ്ഞയാണ്. പലപ്പോഴും അർത്ഥമറിഞ്ഞോ അറിയാതെയോ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയിൽ നമ്മൾ വിസ്മരിച്ചു പോകുന്നുണ്ടോ? നമ്മിൽ തന്നെ പല ആളുകൾ, മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള ആളുകൾ, ഈ പ്രതിജ്ഞ എടുക്കുന്നവരായ ആളുകൾ പോലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കേണ്ടി വരുന്നത്, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സൂറ ഫാത്തിഹയിലൂടെ എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്, അല്ലാഹുവിനോട് മാത്രമാണ് ഞാൻ സഹായം ചോദിക്കുന്നത്, എന്റെ ഇബാദത്തുകളൊക്കെയും അല്ലാഹുവിനാണ്. എന്നിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നേരായ മാർഗം എനിക്ക് കാണിച്ചു തരണമേ. ഏതാണ് നേരായ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു ഈ മാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയ ആളുകളുടെ മാർഗമാണ്. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്.
ആ മാർഗം എനിക്ക് കാണിച്ചു തരണമേ എന്നതാണ് പ്രാർത്ഥന. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. വഴിപിഴച്ച ആളുകളുണ്ട്, ഈ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളുണ്ട്, നിന്റെ കോപത്തിനിരയായവരുണ്ട്. അവരുടെ മാർഗമല്ല, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം, ആ സിറാത്തുൽ മുസ്തഖീം എനിക്ക് കാണിച്ചു തരണമേ, ആ ഹുദ എനിക്ക് കാണിച്ചു തരണം. അല്ലാഹ് പറയാണ് തൊട്ടടുത്ത ആയത്തിൽ, തൊട്ടടുത്ത സൂറത്തിൽ, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. നമ്മൾ ചോദിക്കുന്ന ഹുദയാണ്, ഇതാ നിങ്ങൾക്കുള്ള സന്മാർഗം, ഇതാ നിങ്ങൾക്കുള്ള സന്മാർഗം, ഇതാ ഒരു സംശയവുമില്ലാത്ത, ഒരു സംശയം വെക്കേണ്ടതില്ലാത്ത പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഹുദ നിങ്ങൾക്കിതാ എന്ന് പറഞ്ഞ അല്ലാഹ് നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടാണ്. ആ ഖുർആനാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. പലപ്പോഴും നമ്മളുടെ പാരായണത്തിന്റെ വേഗത കൊണ്ട് അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കാതെയുള്ള പാരായണം കൊണ്ട് നമ്മൾ അങ്ങനെ ഓതിപ്പോവാൻ. എന്താണ് ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, നമുക്കറിയുന്നില്ല. അതിൽ അത്ഭുതങ്ങളുടെ ആയത്തുകളുണ്ട്, നമ്മൾ അത്ഭുതപ്പെടുന്നില്ല. നമുക്ക് ഒരേ ട്യൂണാണ്, നമ്മൾ ഒരേ രീതിയിൽ, ഒരേ മാനസികാവസ്ഥയിൽ, ഒരേ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ അങ്ങനെ പാരായണം ചെയ്യാം. ഫാത്തിഹ ഓതുന്നതും ബഖറ ഓതുന്നതും സൂറത്ത് നാസ് വരെ നമ്മൾ ഖത്തം തീർക്കാണ്. എന്താണ് പറയുന്നത്? അത്ഭുതപ്പെടുത്തുന്ന ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാവുന്നില്ല. ശിക്ഷയെ കുറിച്ച് പറയുന്ന ആയത്തുകൾ എത്തുമ്പോ നമ്മുടെ മനസ്സ് പിടക്കുന്നില്ല. ശിക്ഷയെ കുറിച്ച ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. നമ്മൾ അങ്ങനെ പാരായണം ചെയ്യാം. അതിൽ സന്തോഷ വാർത്തകളുണ്ട്. സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ മനോഹാരിതയെ കുറിച്ച്, അതിലൊരാൾക്ക് ലഭിക്കുന്ന അങ്ങേറ്റത്തെ അല്ലാഹ് ഒരുക്കി വെച്ച മഹത്തായ പ്രതിഫലത്തെ കുറിച്ച് അത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നില്ല, നമുക്ക് ആഹ്ലാദം വരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്നെ അല്ലാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കിയതിനെ കുറിച്ച്, ചരിത്രത്തിലെ ഓരോ അധ്യായങ്ങളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുമ്പോ നമുക്കതൊരു പ്രതീക്ഷയായി, ആശ്വാസമായി നമുക്കത് മാറുന്നില്ല. അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ച് വിശ്വാസികൾക്ക് നൽകുന്ന സമാധാനമുണ്ട്, നമുക്കത് സമാധാനമായി മാറുന്നില്ല. ഇത് ശിഫയാണെന്ന് പറയുന്നു. എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്, ആശ്വാസമാണ്. പക്ഷെ നമുക്കത് ആശ്വാസമായി അനുഭവപ്പെടുന്നുണ്ടോ? ഇത് നൂറാൻ, വെളിച്ചമാണെന്ന് പറയുന്നു. നമ്മൾ പലതരത്തിലുള്ള ഇരുട്ടിലാണ്, അന്ധകാരത്തിലാണ്, വെളിച്ചം കിട്ടാതെ തപ്പിത്തടയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇതൊരു വെളിച്ചമായി നമ്മുടെ മുമ്പിൽ മാറുന്നുണ്ടോ ഖുർആൻ? ഇല്ല എന്നതായിരിക്കും പലപ്പോഴും നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഉത്തരം. എന്തുകൊണ്ടാണ് ഖുർആൻ നമുക്ക് ഹുദയായി, നൂറായി, ശിഫയായി നമ്മുടെ മുമ്പിൽ വരാത്തത്? എന്തുകൊണ്ടാണ്? ഇത് ഫുർഖാനാണെന്ന് പറയും. സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് കാണിച്ചു തരുന്ന ഒന്നാണ്. നമുക്ക് എന്തുകൊണ്ടാണ് അതങ്ങനെ സാധ്യമാവാതെ പോകുന്നത്? നമുക്കത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നമ്മളത് അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ നമസ്കാരത്തിലും അല്ലാതെയും എത്രയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്? എത്രയാണ്? റമദാൻ വരുമ്പോ പ്രത്യേകിച്ച് എല്ലാവരും പരിശുദ്ധ ഖുർആനിൽ തന്നെയാണ്. അതിൽ പ്രതിഫലമുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ നമ്മളത് അർത്ഥമറിയാതെ ഓതുമ്പോ എന്താണ് സംഭവിക്കുന്നത്? നമുക്കതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, ആശയം ഗ്രഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ എത്ര വർഷങ്ങൾ കടന്നുപോയി, നമ്മുടെ ആയുസ്സിൽ എത്ര ദിവസങ്ങൾ കടന്നുപോയി, എത്ര ദിവസങ്ങൾ കടന്നുപോയി. ഖുർആൻ മുഴുവൻ അതിന്റെ എല്ലാ ആയത്തുകളുടെയും അർത്ഥം ഒരാവർത്തിയെങ്കിലും മനസ്സിലാക്കാൻ സാധ്യമാകാതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ഈ വരുന്ന പരിശുദ്ധ റമദാൻ നമ്മുടെ ജീവിതത്തിലുള്ള വലിയൊരു അവസരമാണ്. റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഖുർആനിലേക്ക് അടുക്കാൻ, ഖുർആനെ ചേർത്ത് വെക്കാൻ, ഖുർആനുമായി വലിയൊരു ബന്ധം സ്ഥാപിക്കാൻ, അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറാൻ നമുക്ക് സാധ്യമാകണം. നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്, വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ഖുർആനെ ഏറ്റെടുക്കാൻ, ആ വെളിച്ചത്തെ ലോകത്തിന്റെ മുമ്പിൽ പ്രസരിപ്പിക്കാൻ നമുക്ക് സാധ്യമാവണം. നമുക്കതിനുള്ള ആലോചനകൾ ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ റമദാനിൽ ഖുർആൻ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഒറ്റക്കാണോ? ഒറ്റക്കാണെങ്കിൽ അങ്ങനെ സംവിധാനങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ മുമ്പിൽ. അങ്ങനെ പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ വീട്ടിലുണ്ടോ?
നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നമ്മുടെ വീട്ടിൽ അതുണ്ടോ? നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം എങ്ങനെയാണ് ഖുർആനിനെ സമീപിക്കാൻ പോകുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വർത്തമാനമാണ്. പരിശുദ്ധ ഖുർആനിനെ അകന്നുകൂടി പരിശുദ്ധ ഖുർആനിനെ ഉപേക്ഷിച്ചവരെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വർത്തമാനം, നാദാ എന്റെ ഈ ജനം ഖുർആനിനെ അവഗണിച്ചവർ. നമ്മളെ കുറിച്ച് അത് പറയുമോ? നമ്മളതിൽ പെട്ടുപോകുമോ? ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുക. പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകുമോ? നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ മാസമാണ്. ആ ഖുർആനിനെ ഏറ്റെടുക്കാൻ നമ്മൾ സംവിധാനങ്ങൾ ഒരുക്കണം, നമ്മൾ സമയം കണ്ടെത്തണം. അതിനെന്താണോ നമുക്ക് വരുത്തേണ്ട ആസൂത്രണങ്ങൾ നമ്മളത് വരുത്തിയേ പറ്റൂ. നമുക്കത് സമയമില്ല എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ന്യായമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ വിജ്ഞാനം നേടുന്നതിന്, അറിവ് സമ്പാദിക്കുന്നതിന് നമ്മളെല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തുന്നവരാണ്. നമ്മുടെ മക്കളുടെ പഠനത്തെ കുറിച്ച് പോലും നിങ്ങൾ ആലോചിച്ചു നോക്കും. എത്രമാത്രം സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നു. നമുക്കത് ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അത് ഭാഗമാകണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു ശ്രമങ്ങൾ ഒരുക്കി വെക്കാൻ, പരിശുദ്ധ ഖുർആനുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് ഈ റമദാനിൽ കഴിയണം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ റമദാനിനെ തന്നെ, പരിശുദ്ധ റമദാനും അതുപോലെ തന്നെ ഖുർആനൊക്കെ നമുക്ക് വേണ്ടി അനുകൂലമായും പ്രതികൂലമായും ഒക്കെ സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷ്യം വഹിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രതികൂലമായിട്ട് സാക്ഷ്യം വഹിക്കലാണ്. പരിശുദ്ധ ഖുർആൻ എന്നെ തുറന്നു നോക്കാത്ത ആളാണ്, എന്നെ പരിഗണിക്കാത്ത ആളാണ്. ഖുർആൻ നോക്കുമ്പോ, ഖുർആൻ പാരായണം ചെയ്യുമ്പോ നിങ്ങൾ പിശാചിൽ നിന്ന് ശരണം തേടിക്കൊണ്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഖുർആൻ പാരായണം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഖുർആൻ എടുത്താൽ പിശാച് വരും, ഇബ്ലീസ് വരും. നിങ്ങളുടെ മനസ്സിൽ 5 മിനിറ്റ് ഖുർആൻ എടുക്കാമെന്ന് തീരുമാനിച്ച് നമ്മൾ ഖുർആൻ എടുക്കാൻ വേണ്ടി ഖുർആൻ എടുത്താൽ ഒരു പേജ് മറിക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് മാറും. നമ്മുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടേയിരിക്കും, പ്രലോഭിച്ചുകൊണ്ടേയിരിക്കും. തൊട്ടപ്പുറത്ത് നമ്മുടെ ഫോൺ ഉണ്ടാവും, ഫോൺ എടുക്കും, നോട്ടിഫിക്കേഷൻ വരും, നമ്മൾ വാട്സപ്പിലേക്ക് പോകും, അവിടെ നിന്ന് ലിങ്കിൽ നിന്ന് കയറി ഇൻസ്റ്റയിലേക്ക് പോകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. മണിക്കൂറുകളായിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ അങ്ങനെ അതിനെ സമീപിക്കാൻ, നമുക്ക് വരുന്ന പ്രലോഭനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ തീവ്രമായ ഒരു ശ്രമം തന്നെ നടത്തേണ്ടി വരും. എന്നാലാണ് നമുക്കതിനെ സാധ്യമാവുക. ഇങ്ങനെ പരിശുദ്ധ ഖുർആനുമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധ്യമാവും. അതുപോലെ തന്നെ റമദാനിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ നമ്മിൽ ഉണ്ടാവേണ്ട ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ശഹ്റു സ്വബ്ർ, സ്വബ്റിന്റെ മാസമാണ് റമദാൻ എന്ന് പരിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് റമദാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വബ്ർ ഉണ്ടാവും. ഓരോ ഗുണങ്ങളും പരിശോധിക്കണം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വബ്റുള്ളവരായി തീരുക? നമ്മൾ ഫലസ്തീനിൽ നിന്നുള്ള വാർത്തകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ 5 മാസമാവാൻ പോവാൻ നമ്മൾ അത്രത്തോളം നമ്മുടെ ശ്രദ്ധയിൽ പലപ്പോഴും വിട്ടു പോകുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ നിന്ന്, നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഇത് മാറിപ്പോകുന്നു. ഫലസ്തീനിലെ സംഭവ വികാസങ്ങൾ ഇന്നും പുറത്തു വരുന്ന വീഡിയോകൾ നിങ്ങൾ ആലോചിച്ചു. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന 30,000 പേരെയാണ് ഇസ്രായേൽ ക്രൂരമായി കൊന്നുകളഞ്ഞു. നമ്മുടെ കൺമുന്നിൽ നമ്മുടെ സഹോദരന്മാരാണ്, നമ്മുടെ സഹോദരിമാരാണ്. അവരെങ്ങനെയാണ് ഇസ്രായേലിന്റെ ഈ ക്രൂരതകളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന അധ്യാപനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള തഫ്സീറുകളായി, വ്യാഖ്യാനങ്ങളായി ഫലസ്തീൻ ജനത നമ്മുടെ മുമ്പിൽ ചിലത് പഠിപ്പിക്കുന്നു. നോമ്പ്, റമദാൻ മാസം ശഹ്റു സ്വബ്ർ ആണെന്ന് പറയുമ്പോൾ ഏത് സ്വബ്റാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്?
ഏത് സബർ, എങ്ങനെയുള്ള സബറാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത്? ഫലസ്തീനിലെ തുഫാനുൽ അഖ്സയ്ക്ക് ശേഷം വന്ന വീഡിയോകളിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായി. 10 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു ബാലൻ മനോഹരമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതായിട്ട് കാണുന്നു. സൂറത്തുൽ ബഖറയിലെ ഒരായത്താണ് ആ കുട്ടി പാരായണം ചെയ്യുന്നത്. ചുറ്റും ബിൽഡിങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു, വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവന്റെ കൂടെയുള്ളവരൊക്കെ മരണപ്പെട്ടു പോയ സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് മനോഹരമായി പാരായണം ചെയ്യും. സൂറ ബഖറയിലെ 155-ാമത്തെ ആയത്താണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. കുട്ടി പാരായണം ചെയ്യാണ്. വലനബ്ലുവന്നകും, നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. വലനബ്ലുവന്നകും, നിങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷിക്കപ്പെടും, ഒരു സംശയമില്ല, തീർച്ചയായും. മിനൽ ഖൗഫി വൽ ജൂഇ, ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടും, ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടും. ആലോചിക്കുക, ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ചുറ്റും ഭയപ്പെടുത്തലുകളാണ്. അവരുടെ ചുറ്റും മിസൈലുകളുടെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയവും ഭയപ്പാടില്ല. വൽ ഖൗഫ് വൽ ജൂഅ്, മിനൽ ഖൗഫി വൽ ജൂഅ്, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടും. അങ്ങേറ്റത്തെ വിശപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യത്തിലാണ്, പട്ടിണിയിലാണ്. ആ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഭക്ഷണത്തിന് വേണ്ടി നീണ്ട ക്യൂ ആണ്. ചെറിയ കുട്ടികൾ പോലും പാത്രവുമായി ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കാൻ. വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടും. സഹോദരി സഹോദരന്മാരെ, നമ്മളൊന്നും അങ്ങനെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ പ്രായമേറിയ ആളുകൾ, മുതിർന്ന ആളുകളൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ അനുഭവിച്ച ആളുകൾ ഉണ്ടാവാമില്ല. നമ്മൾ ഈ സാഹചര്യത്തിൽ, നമ്മൾ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹീതമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെടും. കുട്ടി പാരായണം ചെയ്യാൻ. നിങ്ങളുടെ വിഭവങ്ങൾ, നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, ഉമ്മ ഉപ്പ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നഷ്ടപ്പെടുന്ന പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. സംശയം വേണ്ട, നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ആ പരീക്ഷണങ്ങളിൽ സബറോടുകൂടി നിലകൊള്ളുന്നവർക്ക് സന്തോഷ വാർത്ത. അല്ല സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആ സന്തോഷ വാർത്തയിലാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ കുട്ടി അത് പാരായണം ചെയ്യുന്നത്. ചുറ്റും കാണാം, ബിൽഡിംഗ് തകർന്നിരിക്കുന്നു, വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ എല്ലാ പരീക്ഷണങ്ങളും നേരിടുന്ന ആളുകളാണ് ഫലസ്തീനികൾ. എല്ലാ പരീക്ഷണങ്ങളും അവർ നേരിടുന്നു. വിശപ്പും ഭയവും ആൾനഷ്ടവും അവരുടെ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലും അവര് കാണിക്കുന്ന സമീപനത്തെ കുറിച്ചാണ് സബർ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നത്. ആ സബർ, അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. റമദാനിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ഈ സബറാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പരീക്ഷണങ്ങളൊക്കെ വരും. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമ്മളെ തേടിയെത്തും. വിശപ്പ് കൊണ്ട് അല്ലെങ്കിൽ പേടി കൊണ്ട് പലരും പേടിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലുണ്ട് പേടി, പല അർത്ഥത്തിലുള്ള ഭയപ്പെടുത്തലുകളുണ്ട്. നമുക്കറിയാം, പള്ളികൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പൗരത്വം തന്നെ നിഷേധിക്കപ്പെടുന്ന ഭയപ്പെടുത്തലുകൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരണകൂടം തന്നെ നീതി നിഷേധിക്കുകയും അനീതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മിലുണ്ട്. ഇതൊക്കെയും സ്ഥാപിക്കേണ്ട നിയമ കോടതികൾ പോലും, നിയമ സംവിധാനങ്ങൾ പോലും, അതൊക്കെയും തകർക്കുന്നതിന്റെ കാഴ്ച കാണുമ്പോൾ ഭയപ്പെടുത്തലുകൾ അങ്ങനെ പരീക്ഷിക്കപ്പെടുന്നു. നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ ബിസിനസ് തകർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവിടെ നിങ്ങൾക്ക് സബർ കാണിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് സബർ. കേവലം ഒരു ക്ഷമ മാത്രമല്ല. ആ പ്രതിസന്ധികളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. റമദാനിലൂടെ സാധ്യമാകേണ്ടത് ജീവിതത്തിൽ ഈ സബർ എന്ന് പറയുന്ന ഗുണമുണ്ടായിത്തീരുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഇത് ഉണ്ടായിത്തീരുക. അള്ളാഹുവിൽ എല്ലാം വരമേൽപ്പിക്കാൻ കഴിയുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ കഴിയും. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹ് പറയാൻ, നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യൂ. അള്ളാഹു തവക്കുൽ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിൽ വരമേൽപ്പിക്കും.
അപ്പൊ നിങ്ങൾക്ക് സ്വബറോടുകൂടി നിലകൊള്ളാൻ കഴിയും. അള്ളാഹുവിൽ പരമേൽപ്പിക്കുക. അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്ന ബോധമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കറിയാം. പലപ്പോഴും ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളിൽ, പ്രതിസന്ധികളിൽ പതറിപ്പോകാറുണ്ട് പലരും പതറിപ്പോകാറുണ്ട്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ കുന്നുകൂടി ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുമ്പോ പലപ്പോഴും കൈവിട്ടു പോകും. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്, അങ്ങനെയുള്ള ഏത് പരീക്ഷണത്തിലും പ്രതിസന്ധികളിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, സ്വബറോടുകൂടി നിലകൊള്ളാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇസ്രായേൽ എത്ര വലിയ സംവിധാനം ഉണ്ടായിട്ടും, ലോകത്ത് വമ്പൻ ശക്തികളുടെ പിന്തുണ ഉണ്ടായിട്ടും ഫലസ്തീൻ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യത്തെ, ചെറിയൊരു പ്രദേശത്തെ തകർക്കാൻ കഴിയാതെ പോകും, നശിപ്പിച്ചു കളയാൻ കഴിയാതെ പോകും. അവർ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവരെ പരാജയപ്പെടുത്താൻ അവരുടെ വിശ്വാസത്തിന്റെയും ഈമാനിന്റെയും അവരുടെ സ്വബറിന്റെയും അവരുടെ തവക്കുലിന്റെയും മുമ്പിൽ ശത്രുക്കൾക്ക് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? റമദാനിലൂടെ നിങ്ങൾക്ക് സ്വബറുണ്ടാവുക. റസൂൽ പഠിപ്പിക്കാൻ നോമ്പ് പരിചയാണ് എന്നാണ്. ഒരാൾ തർക്കിക്കാൻ വന്നാൽ, ഒരാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ, ഇന്നീ സായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന നിങ്ങൾ മോശപ്പെട്ട വാക്കും പ്രവൃത്തിയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കടന്നുകൊണ്ട് ഒരു കാര്യമില്ല. റസൂൽ പഠിപ്പിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ മോശപ്പെട്ട വാക്കും പ്രവൃത്തിയും നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ, മാറി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നോമ്പൊരു പരിചയമാണ്. ഇനി ഈ സായിമൻ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട സാഹചര്യം. അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട്, കേവലം ഒരു നോമ്പുകാരനായി എന്നുള്ളത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റമദാനിന്റെ ദിനരാത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പലതരത്തിലുള്ള മേഖലകൾ, റമദാനിനെ പരിചയപ്പെടുന്നു, നോമ്പിനെ പരിചയപ്പെടുന്നു, ആ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കരസ്ഥമാക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പുകാരൻ ഉണ്ടായിത്തീരേണ്ടെന്നാണ് തഖ്വ എന്ന് പറയുന്നത്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പഠിപ്പിക്കാൻ. എന്താണ് തഖ്വ? തഖ്വ എന്നുള്ളത് വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു വാക്യമാണ്. ഇവിടെ എഴുതി വെച്ച എസ്ഐഒവിന്റെ ഒരു ക്യാമ്പയിനാണ്. നോമ്പിന്റെ മുമ്പായി പ്രവർത്തകരോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വൽആഖിബത്തു ലിൽ മുത്തഖീൻ എന്ന ഖുർആനിക അധ്യാപനമാണ്. പര്യവസാനം എന്ന് പറയുന്നത്, അന്തിമ വിജയം എന്ന് പറയുന്നത് അത് വിശ്വാസികൾക്കുള്ളതാണ്. അത് വിശ്വാസികൾക്കുള്ളതാണ്. പലരും വിചാരിക്കും ഈ ലോകത്ത് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് പലരുമാണ് എന്ന് വിചാരിക്കും. ലോകത്തെ വലിയ ശക്തികളാണ്, ലോകത്ത് വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളാണ്, അവരാണ് വിജയിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറയുന്നതൊക്കെ താൽക്കാലികമായ വിജയങ്ങളാണ്. അന്തിമമായ വിജയം എന്ന് പറയുന്നത് അത് മുത്തഖികൾക്കുള്ളതാണ്. മുത്തഖികൾക്കുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ അത് വളരെ നന്നായി നമ്മളെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് മൂസാ നബി തന്റെ ജനതയോട് പറയുന്ന വർത്തമാനമുണ്ട്. ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനു ബില്ലാഹി വസ്ബിറു ഇന്നൽ അർള ലില്ലാഹ്. അല്ലയോ ജനതയോട് പറയാൻ, എന്റെ പ്രിയപ്പെട്ട ജനത, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ ക്ഷമയോടുകൂടി നിലകൊള്ളുക, സ്വബറോടുകൂടി നിലകൊള്ളുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇന്നൽ അർള ലില്ലാഹ്, ഈ ഭൂമി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതാണ്. ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ ഭൂമിയിൽ അധികാരം നൽകും. അതിന്റെ അധികാരം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് നൽകുന്നത്. വൽആഖിബത്തു ലിൽ മുത്തഖീൻ, എല്ലാത്തിന്റെയും അന്തിമ വിജയം എന്ന് പറയുന്നത് മുത്തഖികൾക്കാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ആരാണ് മുത്തഖി എന്ന് പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി നമ്മളെ പഠിപ്പിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതിലൊന്നാണ് നേരത്തെ ഓതി വെച്ച തുടങ്ങുന്ന ആയത്തിൽ എന്ന് പറയുന്നതിന് ശേഷം ആരാണ് മുത്തഖികളായ ആളുകളെന്ന് ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകളാണ് മുത്തഖി എന്നതിനൊക്കെ. ചിലപ്പോൾ നമ്മൾ വെച്ച് പുലർത്തുന്ന കൺസെപ്റ്റുകളുണ്ട്, നമ്മുടെ മനസ്സുകളിലുള്ള ധാരണയുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ ആരാണ് മുത്തഖി, അതിനങ്ങനെ പ്രത്യേകമായ സൂചകങ്ങളില്ല. മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്, അവരുടെ ഗുണവിശേഷങ്ങൾ എന്താണ്,
അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവനാണ്. റമദാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അടിച്ചു വീശുന്ന കാറ്റുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാരവാനായിരുന്നു. ധാരാളമായി സമ്പത്ത് ചിലവഴിച്ച സമയമായിരുന്നു റമദാൻ നമ്മുടെ മുമ്പിൽ വരികയാണ്. നമുക്കറിയാം, ഒരുപാട് സാമ്പത്തികമായ ചിലവഴിക്കലുകളുടെ മാസമാണ്. നമ്മളിപ്പോ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സമ്പത്തിന്റെ എത്ര വിഹിതമാണ് നമുക്ക് ചിലവഴിക്കാൻ പറ്റുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ പറ്റുക. നമ്മുടെ ജീവിതത്തിൽ അതാണ് ഉണ്ടാവുക. രഹസ്യമായും പരസ്യമായും നമ്മൾ ചിലവഴിക്കുന്ന നമ്മുടെ സമ്പാദ്യങ്ങൾ, അതാണ് നമ്മൾ ഒരുക്കി വെക്കുന്നത്, നാളേക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. സമ്പത്ത് ചിലവഴിച്ചതിന്റെ പേരിൽ കടത്തിലായ, നഷ്ടത്തിലായ ഒരാളെയും നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ പറയാം, ഈ ദുനിയാവിൽ തന്നെ അതിന് വളർച്ച ഉണ്ടാവും. അത് 7 ഇരട്ടിയായി, 70 ഇരട്ടിയായി, 700 ഇരട്ടിയായി അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമ്പാദ്യം ചിലവഴിക്കുക എന്നത് മുത്തക്കികളുടെ അടയാളമായി കൊണ്ടാണ് പറയുന്നത്. മറ്റൊന്ന് പറയുന്നു, ആലോചിച്ച് നോക്കൂ, ആരാണ് മുത്തക്കി? അവരുടെ കോപം വരുമ്പോൾ പിടിച്ചു വെക്കുന്നവനാണ് മുത്തക്കി. കോപം വരും, മനുഷ്യന് കോപം വരും, ദേഷ്യം വരും. ആ ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ പിടിച്ചു വെക്കുന്നവനാണ് മുത്തക്കി എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ദേഷ്യം വരും, സ്വാഭാവികമാണ്. ആ ദേഷ്യത്തെയും കോപത്തെയും ആദ്യ സമയത്ത് തന്നെ പിടിച്ചു വെക്കാൻ പറ്റും. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ആദ്യ സമയത്ത് നടക്കും. 2 ദിവസം കഴിഞ്ഞിട്ട്, 3 ദിവസം കഴിഞ്ഞിട്ട്, വർഷങ്ങൾ കഴിഞ്ഞിട്ടും അല്ല അത് ക്ഷമിച്ചു കൊടുക്കേണ്ടത്, വിട്ടുകൊടുക്കേണ്ടത്. ആ കോപത്തെ, ദേഷ്യത്തെ അപ്പൊ തന്നെ പിടിച്ചു വെക്കാൻ കഴിയണം. മുത്തക്കിയുടെ ലക്ഷണം പറയാൻ, എന്റെ പ്രകൃതി അങ്ങനെയാണ്, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, എനിക്ക് കൺട്രോൾ കിട്ടൂല, എന്റെ കോപത്തെ പിടിച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ പറഞ്ഞു പോകും എന്നൊരാൾക്ക് പറയാൻ കഴിയില്ല. മുത്തക്കികൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. തഖ്വ എന്ന് പറയുന്ന ഗുണം നമ്മളെ പഠിപ്പിക്കുന്നത് ആ ദേഷ്യം വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ കഴിയാന്നുള്ളത്. റമദാൻ നമ്മളെ ശീലിപ്പിക്കണം. റമദാനിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോ, ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോ, പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ശീലമാണ്. നോമ്പിന് മാത്രം ഉണ്ടാവേണ്ടതല്ല, നോമ്പിലൂടെ നമ്മൾ സാധ്യമാക്കിയെടുക്കുന്ന ശീലമാണ്. ആളുകൾക്ക് പുറത്തു കൊടുക്കും. നമ്മളൊക്കെ വീണ്ടും വീണ്ടും പഠിക്കേണ്ട ആയത്താണ്. ഞാനതാണ് പറയാം. നമ്മുടെ റമദാനെ സ്വീകരിക്കാൻ പോകണം. റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, ആളുകളോട് പ്രശ്നങ്ങളും വിദ്വേഷങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആരാധനകൾ അള്ളാഹ് സ്വീകരിക്കൂല എന്നാണ്. നമ്മൾ ഹജ്ജിന് പോകുന്ന സാഹചര്യത്തിൽ വീട് വീട് കയറി പൊരുത്തപ്പെട്ടു തരാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. കാരണം എന്താണ് അല്ലെ, ഹജ്ജിന് പോകുക എന്നുള്ള ജീവിതത്തിന് വലിയൊരു സ്വപ്നവും ആഗ്രഹമാണ്. അത് നിറവേറി ഹജ്ജിന് പോകുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ ആളുകളോട് പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ്, മനസ്സിൽ വെറുപ്പുണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ്. ഇത് ഹജ്ജിന് മാത്രം വേണ്ടതാണോ? അങ്ങനെയാണോ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്? ഹജ്ജിന് മാത്രം വേണ്ട ഒന്നാണോ? റമദാനിലെ നോമ്പനുഷ്ഠിക്കാൻ പോവാൻ, ഒരുപാട് സൽക്കർമ്മങ്ങളിലേക്ക് പോവാൻ, നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, ആളുകളുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടെങ്കിൽ, റമദാനിലെ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു. മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ ചേർത്ത് വെക്കാൻ കഴിയാതെ പടച്ച റബ്ബുമായിട്ടുള്ള ബന്ധം ചേർത്ത് വെക്കാൻ കഴിയില്ല. നമ്മുടെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ വളരെ പ്രധാനമാണ്. മുത്തക്കിയുടെ ലക്ഷണമായിട്ട് പറയാം, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നവനായിരിക്കും. പലരും മനസ്സിനകത്ത് ഈഗോ വെച്ച് പുറത്തുന്ന ആളുകളാണ്. കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉപ്പയും ഉമ്മയും ഇണ്ടാത്ത സാഹചര്യങ്ങളുണ്ട്, മക്കളുമായി തെറ്റി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്, സഹോദരങ്ങളുമായി തെറ്റി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്, അയൽപക്ക ബന്ധങ്ങളിൽ വിള്ളലുകളുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ സ്ഥലത്തിന്റെ പേരിലോ അതിരിന്റെ പേരിലോ പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ പേരിലായിരിക്കാം. വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക. അത് മനസ്സിൽ കൊണ്ട് നടന്ന് നമ്മുടെ സൽക്കർമ്മങ്ങളെയും വിഭാദത്തുകളെയും നഷ്ടപ്പെടുത്തി കളയരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു സംഭവം സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അപവാദ പ്രചരണം നടക്കും. സൂറത്ത് നൂർ അത് വിശദീകരിക്കുന്നുണ്ട്. ആ അപവാദ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ഉപ്പ എന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിലവിന് കൊടുക്കുന്ന സാമ്പത്തികമായി സഹായിച്ച വ്യക്തിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാണ്, പ്രവാചകന്റെ പ്രിയപത്നി തന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അപവാദ പ്രചാരണം നടത്തുന്നതിൽ ഈ പെൺകുട്ടി ഉണ്ടെന്ന് അറിയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനം എടുക്കുകയാണ്, ഇനി മുതൽ അയാൾക്ക് ഒരു സാമ്പത്തികമായ സഹായവും ഞാൻ ചെയ്യില്ല.
ശപഥം ചെയ്യാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുക്കുന്ന ഈ തീരുമാനത്തെ പരിശുദ്ധ ഖുർആൻ തിരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ശപഥം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹ്, അല്ലാഹു പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നതാണ് ചോദ്യം. ആലോചിച്ച് നോക്കൂ, അല്ലാഹ് പൊറുത്തു തരണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലാഹു എങ്ങാനും നമുക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും? അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങൾ ധാരാളമായി ആസ്വദിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ നമ്മൾ അല്ലാഹുവിനെ ധിക്കരിക്കുന്നു, തെറ്റ് സംഭവിക്കുന്നു, പിഴവുകൾ സംഭവിക്കുന്നു. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പശ്ചാത്താപിച്ച് കൈകൾ ഉയർത്തുന്നു. അല്ലാഹു എങ്ങാനും ആ പശ്ചാത്താപം സ്വീകരിക്കാതെ നമ്മുടെ പ്രാർത്ഥനകൾ തട്ടിമാറ്റിയാൽ നമ്മുടെ അവസ്ഥ എന്താവും? അല്ലാഹ് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആളുകൾക്ക് പുറത്തു കൊടുക്കുക, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന കുടുംബത്തിന്റെ പേരിൽ, പലതരത്തിലുള്ള പേരുകൾ കൊണ്ടു നടക്കുന്ന വിദ്വേഷങ്ങൾ അവസാനിപ്പിക്കുക. ആദ്യം അവനല്ലേ തെറ്റിയത്, ആദ്യം അവരല്ലേ ഇങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ പല പല കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. പക്ഷെ വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണമായിട്ട് പരിശുദ്ധ ഖുർആൻ ഇത് എടുത്തു പറയുന്നു. ഉഹദ് യുദ്ധം എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യുദ്ധമാണ്. ഉഹദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക്, സ്വഹാബിമാരുടെ കൂട്ടത്തിന് വലിയൊരു പിഴവ് സംഭവിച്ചു, വലിയൊരു തെറ്റ് സംഭവിച്ചു. എല്ലാവർക്കും അറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യത്തിൽ വീഴ്ച പറ്റി. മലയുടെ മുകളിൽ നിന്ന് അവർ താഴോട്ട് ഇറങ്ങി വന്നു. വലിയ വീഴ്ചയാണ്. അതിന്റെ പേരിൽ വലിയ പ്രയാസങ്ങൾ മുസ്ലിം സമൂഹത്തിന് നേരിടേണ്ടി വന്നു. ഇതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കൈകാര്യം ചെയ്തു, എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളത് സൂറ ആൽ ഇംറാൻ വിശദീകരിക്കുന്നു. വലിയൊരു ഭാഗമാണ് വിശദീകരിക്കുന്നത്. അതിന്റെ അവസാനത്തിൽ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. റസൂൽ താങ്കൾക്ക് ആളുകളോട് മാന്യമായി പെരുമാറാൻ കഴിയുന്നത്, സൗമ്യമായി പെരുമാറാൻ കഴിയുന്നത് റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. വൈൻ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. നീ എങ്ങാനും ഒരു പരുക്കൻ സ്വഭാവമുള്ള ഒരാളായിരുന്നുവെങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക്, ആളുകളൊക്കെ നിന്റെ അടുക്കൽ ഓടിപ്പോകുമായിരുന്നു. അയാൾ ഒരു പരുക്കനാണ്, അയാളെടുത്ത് സംസാരിക്കാൻ പറ്റൂല, അയാൾ ഒരു ദേശക്കാരനാണ്. നമ്മൾ തന്നെ പലരെ കുറിച്ചും പറയാറുണ്ട്. സൗമ്യമായി പെരുമാറുക. മൂന്ന് കാര്യങ്ങൾ പറയാൻ. പുറത്തു കൊടുക്കുക, എത്ര വലിയ തെറ്റാണെങ്കിലും പുറത്തു കൊടുക്കുക. അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വശാവിറുഹും ഫിൽ അംർ, കൂടിയാലോചനകളിൽ അവരെ കൂടി ചേർക്കുക. അന്നങ്ങനെ സംഭവിച്ച തെറ്റാണ്, അവനങ്ങനെ ചെയ്യുന്ന ആളെ മാറ്റി നിർത്തല്ല. ആളുകളെ തെറ്റിൽ നിന്നും പശ്ചാത്താപിച്ച് മടങ്ങിയാൽ ചേർത്ത് വെക്കുക. ആളുകളെ പരസ്പരം അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ റമദാനിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്. ആരോടെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആരോടെങ്കിലും തമ്മിൽ തെറ്റിയിട്ടുണ്ടോ, വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കുകയും പൊരുത്തപ്പെടിക്കുകയും മനസ്സ് ശുദ്ധമായി ആരോടും വെറുപ്പും വിദ്വേഷമില്ലാതെ റമദാനിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്തതാണ്. തഖ്വയുടെ ഒരു ഭാഗമായി കൊണ്ടുകൂടിയാണ് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു തഖ്വക്ക് കൊടുക്കുന്നത് വിശദീകരണം വളരെ വലുതാണ്, വിശാലമായ അർത്ഥത്തിലാണ്. അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാവേണ്ട കാര്യം, ഏത് നിമിഷം ഉണ്ടാവേണ്ട കാര്യം. നോമ്പിലൂടെ നമ്മളത് പരിശീലിക്കാൻ അല്ലെ. നോമ്പിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത്? ദാഹിച്ച് തൊണ്ട വരളുന്ന സാഹചര്യം. നമുക്കറിയാം, വെയിൽ, ഉച്ചക്കത്തെ ചൂട് നമുക്കറിയാം. ദാഹിച്ച് തൊണ്ട വരണ്ട് വെള്ളം ഒരു തുള്ളി വായിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ വെള്ളം ഇറക്കുന്നില്ല? ദുഹർ നമസ്കാരത്തിന് വുദു എടുക്കുമ്പോ വായിൽ വരെ നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നു, നമ്മൾ ഇറക്കുന്നില്ല. അല്ലാഹ് കാണുന്നുണ്ട് എന്ന ബോധമാണ്. നമ്മുടെ ഭക്ഷണം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഒരു ബോധമുണ്ടല്ലോ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ഉണ്ടാകും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം മറ്റുള്ള എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മൾ രക്ഷിക്കും. വേറെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ലോകത്ത് പലർക്കും പലരെയും ഭയപ്പെടാനുണ്ട്, പല ശക്തികളെയും ഭയപ്പെടാനുണ്ട്, മനുഷ്യരെ ഭയപ്പെടാനുണ്ട്, പല സംവിധാനങ്ങളെയും ഭയപ്പെടാനുണ്ട്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം മാത്രമാണ്. ആ ഭയം മറ്റുള്ള എല്ലാ പേടിയിൽ നിന്നും വിശ്വാസിയെ സംരക്ഷിക്കും. തഖ്വയുടെ ഭാഗമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. തഖ്വയുടെ ഭാഗം റമദാനിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട ശീലമാണ്. നിങ്ങൾക്ക് അല്ലാഹ് നൽകിയ സൗകര്യങ്ങൾ,
അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾ എത്ര കുറച്ചാണെങ്കിലും തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. കിട്ടാത്തതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ജീവിതം നശിപ്പിച്ചു കളയരുത്. പലരും അങ്ങനെയാണ്. ജീവിതത്തിൽ കിട്ടാതെ പോകുന്ന സൗകര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഭാവിയെ കുറിച്ച് ആവശ്യമില്ലാത്ത സകല ടെൻഷനുകൾ കൊണ്ട് നടന്ന് കിട്ടാതെ പോകുന്ന സൗകര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ട ഓട്ടത്തിൽ ജീവിക്കാൻ മറന്നുപോകും. സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ മറന്നു പോകുന്ന ആളുകളുണ്ട്. അള്ളാഹ് പറയാൻ നിങ്ങൾക്ക് എത്ര കുറവാണ് എങ്കിലും തൃപ്തിപ്പെട്ട് സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയാം. തഖ്വന്റെ ഭാഗമാണ്. മരണം എന്ന് പറയുന്ന അവസാനത്തെ ഒരു യാത്രയും ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി വെക്കുക തഖ്വയുടെ ഭാഗമാണ്. ഈ ഒരു എന്നോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ മരണം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. പക്ഷെ അതിന്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് എപ്പോഴാണ് സംഭവിക്കുക നമുക്കറിയില്ല. ഒരാൾക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏത് സമയത്താണ്. ഈ റമദാനിനെ പോലും സ്വീകരിക്കാൻ ഞാനും നിങ്ങളുണ്ടാവും നമുക്ക് സംശയം. എത്ര ആളുകൾ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ, ഇവിടെ ഇരിക്കേണ്ട ആളുകൾ, നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആളുകൾ ഇപ്പൊ നമ്മുടെ കൂടെ അല്ല. അവരോ നമ്മളോ വിചാരിച്ചതല്ല, പ്രതീക്ഷിച്ചതല്ല ഒരു റമദാൻ വരുമ്പോൾ ഉണ്ടാവുന്നത്. നമ്മൾ മാറ്റിവെക്കാൻ അടുത്ത റമദാനിൽ റെഡിയാക്കാം. ഇപ്പൊ ചെറുപ്പല്ലേ, ഇപ്പൊ യുവത്വല്ലേ, കുറച്ചുകൂടി കഴിയട്ടെ, പ്രായമാവട്ടെ, എന്നിട്ട് റമദാനിൽ നന്നാക്കി എടുക്കാം എന്ന് വിചാരിച്ചാണോ മാറ്റിവെക്കുന്നത്? എപ്പോഴാണ് അള്ളാഹുവിലേക്ക് യാത്ര പോകേണ്ടി വരും? നമ്മൾ എത്രയോ ഉദാഹരണം നടന്നുകൊണ്ടിരിക്കെ, സംസാരിച്ചു കൊണ്ടിരിക്കെ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ, ഒരു അസുഖങ്ങളുമില്ലാതെ, ഒരു തുള്ളി പോലും പ്രതീക്ഷിക്കാതെ എത്രയാള്, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ എത്രയോ പേർ അള്ളാഹുവിലേക്ക് യാത്രയായി. നമ്മൾ എപ്പോഴാണ് പോവുക നമുക്കറിയില്ല. നമ്മൾ ചെറിയൊരു യാത്രക്ക് പോലും നമ്മൾ തയ്യാറാവും. നമ്മൾ സാധന സാമഗ്രികളൊക്കെ എടുത്തു വെക്കും, അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കും. പക്ഷേ ഇപ്പോൾ മരണപ്പെട്ടു പോകേണ്ടി വന്നാൽ നമ്മൾ എന്തുമായിട്ടാണ് അള്ളാഹിന്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നത്? എന്താണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്? അള്ളാഹുവിന്റെ മുമ്പിൽ എന്താണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നിരന്തരമായി അതിനു വേണ്ടി ഒരുക്കി വെച്ചുകൊണ്ടേയിരിക്കുക. 2 പ്രാവശ്യം അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുള്ളവരാവുക എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചതെന്ന് ആലോചിക്കുക. ഈ റമദാൻ നാളേക്ക് വേണ്ടി ഒരുക്കി വെക്കാനുള്ള വലിയ മഹത്തായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. റമദാനിനെ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ വളരെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളിൽ പരമാവധി സൽക്രമങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു ഞങ്ങൾക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്നാണ്. ഈ റമദാനിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ പലസ്തീനിലെ നമ്മുടെ സഹോദരിമാർ അവരനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മനുഷ്യനെ നോക്കി നിൽക്കാൻ കഴിയാത്ത അത്രയും വലിയ ക്രൂരതകളുടെ മഹാപർവമാണ് ഇസ്രായേൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് പോലും വെടിയുതിർക്കാൻ ഒരു മടിയും കാണിക്കാത്ത, ഒരു സങ്കോചവും കാണിക്കാത്ത ഒരു ക്രൂരതയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ നിരന്തരമായി പലസ്തീനിലെ നമ്മുടെ സഹോദരിമാരുണ്ടാവുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു അവയവത്തിന് അസുഖം ബാധിക്കുമ്പോൾ മറ്റ് അവയവങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ, നമ്മുടെ ഉമ്മക്ക് സംഭവിക്കുന്നത് പോലെ, നമ്മുടെ സഹോദരങ്ങൾക്ക് സംഭവിക്കുന്നത് പോലെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സംഭവിക്കുന്നത് പോലെ പലസ്തീനിലെ സഹോദരങ്ങളുടെ വേദനകൾ, പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവർ കടന്നു വരണം. അല്ലാഹുവേ, അവരെ നീ അനുഗ്രഹിക്കണമെന്നാണ്. അവർക്ക് ഈ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് പോരാടാൻ, മുന്നോട്ട് പോകാൻ കഴിവും ശക്തിയും നൽകി അനുഗ്രഹിക്കണമെന്നാണ്. അവര് ഇത്രയും വർഷമായിട്ടും ഇത്രയും ദിവസങ്ങൾ കടന്നുപോയിട്ടും അവരുടെ ഈമാൻ, അവരുടെ തവക്കുൽ, അവരുടെ സ്വഭാവം ഒക്കെ ഞങ്ങൾക്ക് വലിയ പാഠമാണ്. ആ പാഠങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ പ്രവർത്തന മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ കരുത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാണ്. 30,000 പേർ മരണപ്പെട്ടു എന്ന വാർത്തയാണ് കേൾക്കുന്നത്. അല്ലാഹുവേ, അവരുടെ രക്തസാക്ഷിത്വങ്ങളെ നീ സ്വീകരിക്കണമെന്നാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തന്നെ വേണം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.